കരിയാറ്റി മാർ ഔസേഫ് മെത്രാപ്പൊലീത്ത അധികാരക്കൊതിമൂത്ത പാശ്ചാത്യ മിഷണറിമാരുടെ കൊടും ചതിയാൽ ദാരുണമായി മരണപ്പെട്ട സിറോ മലബാർ സഭയുടെ മെത്രാപ്പൊലീത്തയാണ്. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ഭാരത സഭ ജന്മം നൽകിയ രത്നങ്ങളിൽ ഏറ്റവും നൈർമല്യമേറിയതും അമൂല്യവുമാണ് കരിയാറ്റിൽ മാർ ഔസേഫ് മെത്രാപ്പൊലീത്ത. 1742 മെയ് 5 എറണാകുളം ജില്ലയിലെ ആലങ്ങാട് കരിയാറ്റിൽ പൈലി മറിയൻ ദമ്പതിമാരുടെ മൂന്നാമത്തെ മകനായി യൗസേഫ് പൂജാതനായി. വൈദികനാകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് മുമ്പോട്ട് വന്ന അദ്ദേഹം 13-ാം വയസ്സിൽ പഠനാർത്ഥം റോമിലെ പ്രൊപഗന്ദ കോളേജിൽ അയക്കപ്പെട്ടു. പഠനത്തിൽ അതീവ മികവ് പുലർത്തിയ യൗസേഫ് തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും കാനൂൻ നിയമത്തിലും ഡോക്ടറേറ്റുകൾ സമ്പാദിച്ചു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച സുറിയാനി പണ്ഡിതന്മാരിൽ ഒരാളായ മറോനീത്ത സഭാംഗം ജോസഫ് അലോസിയൂസ് അസാമാനിയിൽ നിന്നും സുറിയാനിയിൽ പ്രാവണ്യവും നേടി. ഉദയം പേരൂർ സുനകദോസ് നശിപ്പിച്ച സുറിയാനി ആരാധനാക്രമം വീണ്ടെടുക്കാൻ കഴിവുള്ള വ്യക്തിത്വമെന്നാണ് അസാമാനി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. റോമിലെ പഠനകാലത്ത് അദ്ദേഹത്തിന്റെ പിതാവ് 3 ഇളയ സഹോദരങ്ങളും 2 മൂത്ത സഹോദരങ്ങളും നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. യൗസേഫ് പുരോഹിതനായി നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവശേഷിച്ചത് അമ്മയും ഒരു സഹോദരിയും മാത്രമാണ്. സഹോദരിയുടെ വിവാഹത്തോടെ ഒറ്റപ്പെട്ട അമ്മ ഒരു ചെറ്റക്കുടലിലാണ് ശിഷ്ടകാലം കഴിച്ചുകൂട്ടിയത്. കുടുംബത്തിലെ പ്രതിസന്ധികളിലും തളരാതെ പൗരോഹിത്യം സ്വീകരിച്ച നാട്ടിലേക്ക് തിരിച്ചെത്തിയ ഔസേപ്പിനെ കാത്തിരുന്നത് കഷ്ടപ്പാടിന്റെയും പരീക്ഷണത്തിന്റെയും നാളുകളായിരുന്നു. പോർച്ചുഗീസ് മിഷണറിമാരുടെ കീഴിലുള്ള ആലങ്ങാട് സെമിനാരിയിൽ അദ്ദേഹം സുറിയാനി അധ്യാപകനായി നിയമിക്കപ്പെട്ടു. ഭാരതസഭയുടെ പാരമ്പര്യത്തിനു വേണ്ടി അദ്ദേഹം ശക്തമായി നിലകൊണ്ടു. അന്നു മുതൽ അദ്ദേഹം ലത്തീൻ മിഷണറിമാരുടെ നോട്ടപ്പുള്ളിയായി. മറ്റൊരു സുറിയാനി അധ്യാപകനെ നിയമിച്ചതും സുറിയാനി ക്ലാസുകൾ വെട്ടിക്കുറച്ചും അദ്ദേഹത്തിന്റെ അലവൻസ് 1-3 വെട്ടിക്കുറച്ചുമൊക്കെ അവർ അദ്ദേഹത്തെ വിവിധ വിധത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. പഠനകാലം മുതലേ വിശുദ്ധ ജീവിതത്തിന് പേര് കേട്ട അദ്ദേഹം അതെല്ലാം ക്ഷമയോടെ സഹിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിന് കളമൊരുങ്ങിയത്. കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരും മിഷണറിമാരും തുടക്കത്തിൽ ഇവിടുത്തെ മാർത്തോമ ക്രിസ്ത്യാനികളുമായി നല്ല ബന്ധം പുലർത്തി. എന്നാൽ അധികം താമസിക്കാതെ മത കൊളോണിയലിസത്തിന്റെയും ഭീകരമുഖം വെളിപ്പെട്ടു തുടങ്ങി. 1599 മിഷണറിമാർ നിയമവിരുദ്ധമായി വിളിച്ചുകൂട്ടിയ ഉദയം പേരൂർ സുനകദോസിൽ വെച്ച് സുറിയാനി ക്രിസ്ത്യാനികളെ ലത്തീനീകരിക്കാൻ തീരുമാനമെടുക്കുകയും തുടർന്ന് ആ തീരുമാനം ബലമായി നടപ്പിൽ വരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അമൂല്യമായ സുറിയാനി കയ്യെഴുത്തു പ്രതികളെല്ലാം ബലമായി അഗ്നിക്കിരയാക്കി. തുടർ വർഷങ്ങളിൽ നസ്രാണി സഭ അനുഭവിച്ച ഞെരുക്കങ്ങൾ 1653 കൂനൻ കുരിശ് സത്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അതുവരെ ഒന്നായിരുന്ന സമൂഹം അന്നത്തെ സീറോ മലബാർ സുറിയാനി സഭാ സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന പഴയ കൂറും യാക്കോബായ ഓർത്തഡോക്സ് സീറോ മലങ്കര മാർത്തോമ തോഴിയൂർ സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന പുത്തൻകാരുമായി പിരിഞ്ഞു. വൈദേശിക ശക്തികളുടെ അവിഹിത ഇടപെടലുകൾ മൂലം പിളർന്ന നസ്രാണി സമൂഹം ഒന്നാകാൻ എന്നും ആഗ്രഹിച്ചിരുന്നു. അക്കാലത്ത് പുത്തൻകുരിശ് വിഭാഗത്തിന്റെ മെത്രാനായിരുന്ന മാർത്തോമ 6-ാമൻ പുനരൈക്യത്തിന് പലവട്ടം ശ്രമിച്ചെങ്കിലും ഒരു മെത്രാൻ പുനരൈക്യപ്പെട്ടാൽ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ട വാരാപ്പുഴ മിഷണറി അധികാരികൾ പുനരൈക്യത്തെ എതിർത്തു. സുറിയാനി പൈതൃകം വീണ്ടെടുക്കുക, പുത്തൻകുരിശ് പുനരൈക്യം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായി റോമിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ നസ്രാണി സമൂഹം തീരുമാനിക്കുകയും ചെയ്തു. കരിയാറ്റിൽ മൽപ്പാനും പാല കടനാട് ഇടവകാംഗം പാറമേക്കാൽ തോമ കത്തനാരും ഈ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടു. നസ്രാണി പള്ളികളിലെ പൊന്നിൻ കുരിശുകളും ഇതര വസ്തുവകകളും വിറ്റു. റോമായാത്രയ്ക്കുള്ള പണം സമ്പാദിച്ചു. 1778 മൈലാപ്പൂരിൽ തോമാസ് ലീഹായുടെ കബറിടത്തിൽ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ച് യാത്ര തിരിച്ചു. ദുരിതപൂർണമായ യാത്രയ്ക്കൊടുവിൽ 1779 അവർ ലിസ്ബണിലെത്തി. മാർത്തോമ 6-ാമന്റെ പുനരൈക്യത്തിന് ആർക്കദിയാക്കോൻ സ്ഥാപനത്തിന്റെ പുനഃസ്ഥാപനത്തിനുമായി പോർച്ചുഗീസ് രാജ്ഞിക്ക് നിവേദനം സമർപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് അവിടെ നിന്നവർ റോമിലേക്ക് യാത്ര തിരിച്ചു. വാരാപ്പുഴ മിഷണറിമാർ അവരെ സഹായിക്കാൻ എന്ന വ്യാജേന അവർക്കെതിരെ അപവാദങ്ങൾ നിരത്തി. റോമിലെ പ്രൊപഗന്ദ സംഘത്തിന് എഴുതിയ കത്ത് അവരുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു. കത്ത് തങ്ങൾക്കെതിരാണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നിട്ടും പൊട്ടിച്ചു നോക്കാതെ അവർ റോമിൽ ഏൽപ്പിച്ചു. തൽഫലമായി മോശമായ പെരുമാറ്റമാണ് റോമിൽ നിന്ന് അവർക്ക് ലഭിച്ചത്. രാത്രിയിൽ അഭയം പോലും നൽകാതെ അവരെ പെരുവഴിയിൽ ഇറക്കിവിട്ടു. അവസാനം ഒരു വിധത്തിൽ മാർപ്പാപ്പയെ കണ്ടവർ നിവേദനങ്ങൾ സമർപ്പിച്ചു. വളരെ കാലം കാത്തിരുന്നിട്ടും മറുപടിയൊന്നും ലഭിക്കാതിരുന്നതിനാൽ അവർ നിരാശരായി വീണ്ടും പോർച്ചുഗലിലേക്ക് പോയി. തുടരും.